അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ഇടയ്ക്കിടയ്ക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലാണെങ്കിൽ നാളെ ഉറുദുവിലും ഇടയ്ക്ക് വേറെ ഭാഷയിലും അങ്ങനെയാണ് ക്ലാസ് ഇൻഷാ അല്ലാഹു തആല തുടരുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി അറാഖിനെ പറ്റിയാണ്. ദന്തശുദ്ധീകരണത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ മിസ്വാക്ക് ചെയ്ത് പല്ലിനെ വായെ ശുദ്ധീകരിച്ച് നമുക്ക് കാണിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. അതാണ് നമുക്ക് പാഠം. സഹാബാക്കളും അതേപോലെ തന്നെ ദൈനംദിനം പല തവണ വായ ശുദ്ധീകരിച്ചിരുന്നു, മിസ്വാക്ക് ചെയ്തിരുന്നു. അതാണ് നമുക്ക് പാഠം. അപ്പോൾ ഈ അറാഖ് കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ അതിലെന്തൊക്കെ ഫായിദ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ 2012 പബ്ലിഷ് ചെയ്ത ഒരു റീസർച്ച് പേപ്പർ, അതിൽ വളരെ വിശദമായിട്ട് ഈ അറാഖ് കൊണ്ട് ബ്രഷ് ചെയ്താൽ, അതായത് മിസ്വാക്ക് ചെയ്താൽ എന്തൊക്കെ ആരോഗ്യ ഫലങ്ങൾ നമുക്ക് നമ്മുടെ പല്ലിനും മോണക്കും വായക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൽ നമ്മുടെ മോണക്കും പല്ലിനും വായക്കും അതുപോലെ തന്നെ ശരീരത്തിനും യാതൊരു നിലക്കുള്ള രോഗങ്ങളും വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ബ്രഷ് ചെയ്യുന്നത് അത്ര ഉചിതമല്ല എന്നാണ് അതിൽ കാണുന്നത്. ബ്രഷ് എന്നുള്ളത് അത് ഒരു നാച്ചുറൽ തിങ് അല്ല, അതൊരു ആർട്ടിഫിഷ്യൽ ആണ്. അതുകൊണ്ട് പിന്നീട് ഉണ്ടാക്കിയതാണ്. അത് ഒരു പ്രകൃതിദത്തമായ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് അവർ പറഞ്ഞു, ഇത് നമ്മുടെ വായ്ക്ക് മാത്രമല്ല, നമ്മുടെ ആസകലം ശരീരങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ എല്ലാ വിശദമായിട്ട് അവർ പറയുന്നു. നമ്മുടെ ഹാർട്ടിനും അങ്ങനെ തന്നെ ഒരുപാട് അവയവങ്ങൾക്കും ഇത് നല്ലതാണ്. ഈ അറാഖ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടിപ്സ് കൊണ്ടോ, അറാഖാണ് ഏറ്റവും അത്യുത്തമം. ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ അറാഖിനെ പറ്റി തന്നെ ഞാനിങ്ങനെ ദൈനംദിനം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ക്ലാസ് എടുക്കേണ്ടി വരും. അത്രമാത്രം നീണ്ട സബ്ജക്റ്റാണ്. അതായത് ഡോക്ടർ റാമി മുഹമ്മദ് സഹബി, അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അനേകം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ ഡേവിഡ് കെനഡി എന്ന് പറയുന്ന ഒരു അതിവിദഗ്ധനായ ഈ ഡെന്റൽ ഡോക്ടർ, ഈ പല്ലിൻ്റെ ഡോക്ടർ, ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ ടു സേവ് യുവർ ടീത്ത് എന്ന് പറഞ്ഞിട്ട്. ഹൗ ടു സേവ് യുവർ ടീത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞത്, ഇതിനെ വിലയിരുത്തിയത്, ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് വെൽബീയിങ് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ദന്തശുദ്ധീകരണം. അതിലും പ്രത്യേകിച്ചിട്ട് ഈ അറാഖ് കൊണ്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നു, ഒരുപാട് രോഗങ്ങളെ ഈ ദന്തശുദ്ധീകരണം ഇല്ലാണ്ടാക്കുന്നു. പല്ലി തേക്കലും വായയെ ശുദ്ധിയാക്കലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കണ്ണ് നമ്മുടെ മനസ്സിൻ്റെ ഡോറാണ് എങ്കിൽ നമ്മുടെ വായ നമ്മുടെ ശരീരത്തിൻ്റെ വാതിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
ശരീരത്തിൻ്റെ വാതിലാണ് എന്ന് പറയുമ്പോൾ വാതിൽ നന്നായാൽ, ആ വായ നന്നായാൽ, അതും അതിൻ്റെ സ്ട്രക്ചറും അദ്ദേഹം പറഞ്ഞു, മോണയും പല്ലും എല്ലാം മൊത്തത്തിൽ, എന്നാലേ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ നേരിടേണ്ടി വരൂല, യാതൊരു നിരക്കുള്ള പ്രോബ്ലംസും ഇവിടെ ഉണ്ടാവുകയില്ല, നമുക്ക് വളരെ സുഖകരമായി ജീവിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ മിസ്വാക്ക് ചെയ്യൽ, ദന്തശുദ്ധീകരണം, അത് ഡൈജസ്റ്റീവ് സിസ്റ്റമിനെ, ദഹനേന്ദ്രിയത്തെ അത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനെ മറ്റുള്ള രോഗങ്ങളെ തൊട്ട്, ആംസുകളെ തൊട്ട്, ഹാനികരങ്ങളെ തൊട്ട് കാത്തു സൂക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല്ല് തേച്ച് ഇല്ല എങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സ്ട്രക്ചറിന് തന്നെ ഒരു മാറ്റങ്ങൾ വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പല്ല് തേക്കുമ്പോഴേക്ക് നമ്മുടെ വായിൽ വരുന്ന രോഗങ്ങളെ അത് നീക്കം ചെയ്യും. അല്ലാത്ത പക്ഷം അത് പലയിടത്തും പടർന്ന് നമ്മുടെ മുഖം തന്നെ, അതിന് തന്നെ ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായും പിന്തുടരണം, അതേപോലെ തന്നെ സഹാബാക്കളെയും. കാരണം അവരിങ്ങനെ അറാക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ സൈത്തൂൻ്റെ മരക്കഷ്ണങ്ങളെ കൊണ്ട് പല്ല് തേച്ചത് കൊണ്ട് അന്ധകാലത്ത് അവർക്ക് യാതൊരു നിലയ്ക്കും അവരുടെ പല്ലിനോ മോണക്കോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾക്കോ ഒരു നിലയ്ക്കുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് നാം ഇപ്പോൾ ഈ ബ്രഷ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പലജാതി നമ്മുടെ ആരോഗ്യത്തിനരുതാത്ത ഒരുപാട് ഫുഡുകളും നാം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളിൽ രോഗങ്ങൾ കുന്നുകൂടുന്നു. ഒരു ഗർഭിണി നേരെ പല്ല് തേച്ചില്ല എങ്കിൽ അവരുടെ പ്രസവിക്കുന്ന കുട്ടിയുടെ വെയിറ്റ് അത് ലോ ആയിരിക്കും. 2500 വേണമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. എന്ന് മാത്രമല്ല, ബർത്ത് ഡിഫക്ട്സുകളും വരും. അതായത് പ്രസവിക്കുന്ന സമയത്ത് കുട്ടി വികലാംഗനാവാനും ഒരുപാട് ഡിഫക്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാത്രമല്ല ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തിന് തകരാറുകൾ, ക്യാൻസറുകൾ വരെ വരാം എന്നാണ് പറയുന്നത്. സ്ട്രോക്കുകൾ, അങ്ങനെ പാരലൈസ് ആകാം, ഹാർട്ട് അറ്റാക്ക്, പിന്നെ കരളിന് രോഗങ്ങൾ, പ്ലീഹക്ക് രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ദന്തശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നാം നന്നായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം പറഞ്ഞല്ലോ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഡോറാണ്. എപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ, ഒരു വീടിൻ്റെ ഡോറാണ് അവിടെ ഏറ്റവും മെയിൻ. ആ ഡോറിന് നല്ല ശക്തി ഉണ്ടായാലേ ആ വീട്ടിന് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വേറെ ഒരു ഡെന്റൽ ഡോക്ടർ, വളരെ എക്സ്പെർട്ടാണ് അദ്ദേഹം, ഡോക്ടർ വെസ്റ്റേൺ പ്രൈസ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു യാത്ര നടത്തി. ഈ മോഡേൺ സിവിലൈസേഷൻ ഉള്ള രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെ രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഒരു യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബ്രഷുകളെ കൊണ്ട് തേക്കുന്നവർ, അതുപോലെ തന്നെ പലജാതി പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ആ സ്ഥലങ്ങളിൽ, ആ രാജ്യങ്ങളിൽ ഈ വായ സംബന്ധമായും മറ്റു രോഗങ്ങളും അധികമാണ്. നേരെ മറിച്ച് ഈ മിസ്വാക്ക്, അറാക്ക് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ യാത്ര നടത്തിയപ്പോൾ അവർക്ക് അത്ര വായ സംബന്ധമായ രോഗങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളും വളരെ കുറവായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ജങ്ക് ഫുഡ് ആൻഡ് ടൂത്ത് ബ്രഷ് ഈസ് എ കൾപ്രിറ്റ് എന്നാണ് പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ടിക്സ് ആർ ഗുഡ്, ഈ മരക്കഷ്ണങ്ങൾ നല്ലതാണ്, അതിൽ ഏറ്റവും പ്രത്യേകിച്ച് അറാക്കാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ച ഉടനെ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ മിസ്വാക്ക് ചെയ്തില്ല എങ്കിൽ എന്തുണ്ടാവില്ല, അവർക്ക് രോഗങ്ങളുണ്ടാവും, ആരോഗ്യങ്ങൾ ലഭിക്കുകയില്ല. കാരണം കഴിച്ച ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം, അതിൻ്റെ ആവരണങ്ങളെല്ലാം ഉടനെ തന്നെ നാം അതിനെ ശുദ്ധീകരിക്കണം, അതിനെ നീക്കം ചെയ്യണം. അത് അവിടെ തന്നെ കുന്നുകൂടുകയാണെങ്കിൽ ഒരുപാട് ജേംസ്, ബാക്ടീരിയാസ്, മൈക്രോബ്സ് അവിടെ കുന്നുകൂടും ലക്ഷക്കണക്കിൽ. എന്നിട്ട് അത് നേരെ പോകുന്നത് പിന്നെ നമ്മുടെ എന്ത് കഴിച്ചാലും അതിൻ്റെ കൂടെ നമ്മുടെ വയറ്റിലേക്ക് പോകും. അതാണല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മിഅദത്തു ബൈത്തുദ്ദാ അൽ ഹിമ്യത്തു റഅ്സു കുല്ലി ദവാ. അതായത് എല്ലാ രോഗം ഉണ്ടാക്കുന്ന അതിൻ്റെ വെയർ ഹൗസാണ് നമ്മുടെ വയറ്. അതിനെ കാലയെ കൂട്ടി സൂക്ഷിക്കൽ, അതിനെപ്പറ്റി അറിഞ്ഞ് പ്രവർത്തിക്കൽ, കഴിക്കൽ, ഇതെന്താണ് അതിൻ്റെ ഏറ്റവും വലിയ റെമഡിയാണ്, ഏറ്റവും വലിയ മെഡിസിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ അറാഖ് എന്നുള്ളത് 1400 കൊല്ലം മുമ്പ് തന്നെ ഉള്ള, അതിൽ മിസ്വാക്ക് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഈ ബ്രഷ് എന്നുള്ളത് 200 കൊല്ലത്തിൻ്റെ ശേഷം വന്നതാണ്. ഞാൻ ഒന്നിനെയും ആക്ഷേപിക്കുന്നതല്ല, നമ്മുടെ ആരോഗ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി. അല്ല എങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാരുടെ അവരുടെ പതിവായിരുന്നു എന്ന് അങ്ങനെയല്ല പറയുന്നത്. മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കാര്യം മാത്രമാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ആരോഗ്യം ലഭിക്കുന്നത്. അത് ഒന്ന് ചൂണ്ടുന്നു എന്ന് മാത്രമാണ്. കാരണം നമുക്കിവിടെ നല്ലത് ചെയ്യണം, ജനങ്ങൾക്ക് കഴിയുന്നത്ര നന്മ ചെയ്യണം, നമ്മുടെ മനസ്സുകൊണ്ടും നല്ലത് വിചാരിക്കണം, നല്ലത് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം എല്ലാം ജനങ്ങൾക്ക് അത് ഒരു ഉപകരിക്കുന്നതായിരിക്കണം. എന്തുകൊണ്ടും നമുക്ക് എന്തൊക്കെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്നുവോ അത് ചെയ്യണം. ഒരു കാരണവശാലും ഒരു ദ്രോഹവും ജീവിതത്തിൽ ആർക്കും ചെയ്യരുത്. അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാഹു തആല നന്മ ചെയ്ത് നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമിയെ അല്ലാഹു തആല സമാധാനം കൊണ്ട്, ശാന്തി കൊണ്ട് നിറക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.